സാർ, നമ്മുടെ ജെൻസീസിന്റെ കുറച്ച് സമരം നമ്മളിപ്പം ഈ ഇടയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സമരത്തിൽ തന്നെ ഇപ്പോൾ അവർ പുതിയ ട്രെൻഡുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരു വർക്ക് ടൈമിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ ജെൻസീസ് എങ്ങനെയായിരിക്കും ഒരു വർക്ക് ചെയ്യുന്നുണ്ടാവുക? ശരിക്കും ഇപ്പോൾ തോന്നായിരിക്കുന്ന ഡൽഹിയിലെ ഒരു പ്രക്ഷോഭം നമ്മളെല്ലാവരും കണ്ടു അല്ലേ? ആയിരിക്കും അതിനകത്ത് എന്താ ഏറ്റവും ഇഷ്ടമായ എന്തായിരുന്നു? അവർ ഭയങ്കര സമാധാനമായിട്ട് അല്ലെങ്കിൽ അവർ ഭയങ്കര കൂളായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പിന്നെയാണ് അത് അവരുടെ ഇടയിലേക്ക് കയറിയപ്പോഴത്തേക്കാണല്ലോ അങ്ങനെ പ്രശ്നം. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്കതിനകത്ത് ഇഷ്ടമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് അവർ നൈറ്റിൽ മ്യൂസിക്സ് പ്ലേ ചെയ്യുന്നുണ്ട്, അവർ പ്ലഗ് കാർഡ്സ് അല്ലേ നമുക്ക് എഴുതുന്നതൊക്കെ നോക്കിയാൽ ആർട്ടുകൾ ചെയ്യുന്നുണ്ട്, അവരൊരു മെസ്സേജ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടേതായ ക്രിയേറ്റിവിറ്റിയിലൂടെയാണ്. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് ഇന്ന രീതിയിലൊരു മാനദണ്ഡമൊന്നുമില്ല. അപ്പോൾ ആര് ജോലി ചെയ്തിട്ടുണ്ടോ? ജോലി ചെയ്തിട്ടുണ്ടല്ലേ? എത്ര മണിക്കായിരുന്നു ആര്യയുടെ ജോലിയുടെ സമയം? എങ്ങനെയാണ്? രാവിലെ ഒരു 9 മണിക്ക് കയറണം, വൈകിട്ട് 5 മണിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇറങ്ങണം. അതിനിടയ്ക്ക് ആർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫോൺ യൂസ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ജെൻസീസിന് അല്ലെങ്കിൽ ഈ ജനറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവിടെ പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഏറ്റവും വലുത്. അത് പ്രൊട്ടസ്റ്റിനേക്കാൾ വലുതൊന്നും അവിടെ ഇല്ല. പക്ഷെ ആ പ്രൊട്ടസ്റ്റിനിടയിൽ ആ പ്രൊട്ടസ്റ്റിന് ചേർന്ന് നിൽക്കാൻ, പുതിയ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ, ആ പ്രൊട്ടസ്റ്റിൽ ഇനിയും അവർക്ക് ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ വേണ്ടി അവരെല്ലാ രീതികളും ഉപയോഗിച്ചു. അവർ പാട്ട് പാടി, ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തു. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ കണക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും കട്ടായപ്പോൾ, ഇൻ്റർനെറ്റൊക്കെ കട്ടായപ്പോൾ അവർ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, അവരൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് അവരൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതികൾ വേറെയാണ്. അതല്ലെങ്കിൽ അവർക്ക് മെയിനായിട്ട് വേണ്ട കാര്യം അതിനെ അവർ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരുടെ ബിസിനസ് ഇനി മാറും, അവർ ചെയ്യുന്ന ജോലികൾ മാറും. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാന്നുള്ളതല്ല, അവരോട് ചേർന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും.